ഹായ് ഗൈസ്, വെൽക്കം ടു ഷങ്സ് ഇൻഫോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെഹിക്കിളിൻ്റെ നിസാൻ മാഗ്നൈറ്റിൻ്റെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അതിൻ്റെ കുറിച്ചുള്ള വീഡിയോ ആണ്. അതേപോലെ നമുക്ക് നിസാൻ കണക്ട് എന്ന് പറഞ്ഞ ആപ്പും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് നോക്കാം. ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു. നമുക്ക് ഏകദേശം ഒരു 7500 കിലോമീറ്റർ ആയപ്പോഴാണ് നമ്മൾ ഫസ്റ്റ് സർവീസ് ചെയ്തത്. അത് നവംബറിലായിരുന്നു ഫസ്റ്റ് സർവീസ് വരുന്നത്. നമുക്ക് ഇപ്പോഴത്തെ കിലോമീറ്റേഴ്സിന് 7560 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 7516 എന്ന് പറഞ്ഞ ടൈമിനാണ് നമ്മൾ ഫസ്റ്റ് സർവീസ് ചെയ്തത്. സർവീസ് ചെയ്തപ്പോൾ അവർ സർവീസ് റിക്വയർഡ് എന്ന് പറഞ്ഞാൽ സർവീസ് റിമൈൻഡർ റീസെറ്റ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞാൽ ഒരു വിസിറ്റും കൂടി സാറ് ചെയ്യേണ്ടി വരും. അത് റീസെറ്റ് ചെയ്യണമെങ്കിൽ അത് OBD ടൂളൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ കണക്ട് ചെയ്തിട്ട് റീസെറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഹയർ വേരിയൻസ് സ്റ്റിയറിംഗ് വെച്ചിട്ട് തന്നെ റീസെറ്റ് ചെയ്യാമെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഒരു പ്രാവശ്യം കൂടി എന്തായാലും സർവീസ് ചെയ്യണമെങ്കിൽ സർവീസ് സെൻറ്ററിൽ പോകേണ്ടി വരും. അപ്പോൾ നമ്മുടെ വെഹിക്കിളും ഇതേപോലെ തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു, വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ സർവീസ് റിമൈൻഡർ മാത്രം റീസെറ്റ് ചെയ്തില്ല എന്നുള്ളൊരു പ്രോബ്ലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മളിപ്പോൾ 1 ഇയറായി ഈ വെഹിക്കിൾ യൂസ് ചെയ്യുന്നു. 1 ഇയറായിട്ട് ഏകദേശം ഒരു 7500 കിലോമീറ്ററും ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറെ പ്രോബ്ലംസ് ഒന്നും വെഹിക്കിളിനെ കുറിച്ചില്ല. നല്ല സ്മൂത്തായിട്ടാണ് റണ്ണിങ്ങും കാര്യങ്ങളും ഒക്കെ. നേരത്തെ ഫസ്റ്റ് വീഡിയോ പറഞ്ഞ പോലെ തന്നെയാണ്. ഇപ്പോൾ ആകെയുള്ളൊരു ഇഷ്യൂ നമുക്ക് ഈ വെഹിക്കിളിന് പറയണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആക്ച്വലി നമുക്ക് ഈ റബ്ബർ ബീഡിങ് ഉള്ള സ്ഥലത്ത് നമുക്ക് ജസ്റ്റ് റെയിനി സീസണിലൊക്കെ മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്കും കുറച്ച് റബ്ബർ ബീഡിങ്ങിൻ്റെ ആ ബ്ലാക്കിഷ് കളർ ഇറങ്ങി വരുന്നുണ്ട്. ഓക്കെ, അത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്ക്രാച്ച് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിക്വിഡ് വെച്ചിട്ട് ഒന്ന് റബ്ബ് ചെയ്തെടുക്കണം. ഓക്കെ, അതൊന്ന് ഞാൻ കാണിച്ചു തരാം. അത് മാത്രമേ ഒരു പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. വേറെ അങ്ങനെ വെഹിക്കിളിന് അങ്ങനെ പ്രോബ്ലംസോ അങ്ങനെ പ്രശ്നങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഇപ്പോൾ കണ്ടോ നമ്മുടെ ഫ്രണ്ട് ഹെഡ്ലൈറ്റിന് താഴെ വരുന്നതാണ്. ഇപ്പോൾ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റബ്ബർ ബീഡിങ് ഒക്കെ എൻ്റെ സൈഡിൽ നിന്നൊക്കെ ഒഴുകി വരുന്നുണ്ട് ബ്ലാക്ക് കളർ. അതേപോലെ നമ്മുടെ മിററിൻ്റെ സൈഡ്, റയർ വ്യൂ മിററിൻ്റെ സൈഡ് മിറേഴ്സിൻ്റെ താഴെയും വരുന്നുണ്ട്. ചിലപ്പോൾ സ്റ്റിയറിംഗ് ഹാൻഡിൽസിൻ്റെ അവിടെയും വരുന്നുണ്ട്, ബാക്ക് സൈഡിലും വരുന്നുണ്ട്. കണ്ടില്ലേ? ഇത് മാത്രമാണ് ഇതിനകത്ത് ഒരു മെയിൻ ഇഷ്യൂ വരുന്നത്. കാരണം വൈറ്റ് ആയത് കാരണം കുറച്ചും കൂടി നമുക്ക് എടുത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, വേറെ കളേഴ്സ് ആണെങ്കിൽ നമുക്ക് ഇത്രയും കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ നമ്മുടെ റബ്ബിംഗ് കോമ്പൗണ്ട് ഉപയോഗിച്ച് ഞാൻ അത് റബ്ബ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. കാർ വാഷ് ചെയ്തതിന് ശേഷം നോർമൽ സോപ്പൊക്കെ വെച്ചിട്ട് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോകുന്നില്ല. ഓക്കെ, അപ്പോൾ അതും കൂടി നമുക്കൊന്ന് നോക്കാം നമ്മളെങ്ങനെ ചെയ്യണമെന്ന്. സ്ക്രാച്ച് എക്സിൻ്റെ വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാർഡ്സായിട്ട് ഞാൻ മുകളിൽ കൊടുക്കാം. അപ്പോൾ നമുക്കിനി നമ്മുടെ സർവീസ് ബില്ലും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് ടോട്ടൽ എത്ര വന്നു എന്നുള്ളതിൻ്റെ. അപ്പോൾ ഇതാണ് നമ്മുടെ സർവീസിൻ്റെ ബില്ല് വരുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും എൻജിൻ ഓയിലിൻ്റെ എമൗണ്ടാണ് ഏകദേശം ഏറ്റവും ഹയസ്റ്റ് എമൗണ്ട് വരുന്നത്. 1452 എമൗണ്ട് വരുന്നുണ്ട് എൻജിൻ ഓയിലിന്. പിന്നെ ബാറ്ററിയുടെ ടെർമിനൽ ഗ്രീസ് ഉണ്ട് 40, കാലിപ്പർ ഗ്രീസ് ഉണ്ട് 110, ഫിൽട്ടർ ഓയിൽ 496 വരുന്നുണ്ട്. പിന്നെ വാഷർ ഡ്രെയിൻ ഉണ്ട് 120, പിന്നെ എയർ ഫിൽറ്റർ ഉണ്ട്, കാർട്ടിലേജും 2.5 ഫിൽറ്ററും 2 എണ്ണം ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഏകദേശം ഒരു 3430.09 വരുന്നത്. അതിനകത്ത് ഫ്രീ സർവീസും നമുക്ക് PMP അതും എല്ലാ ഡീറ്റെയിലും ആഡഡ് ആയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എമൗണ്ടാണ് നമുക്ക് 3430 വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ബില്ല് വരുന്നത്. ഇതാണ് നമ്മുടെ ആപ്പിലൊക്കെ നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, ഇപ്പോൾ ഞാനിപ്പോൾ PMPയുടെ പ്ലാൻ എടുത്തേക്കണ കാരണം, മെയിൻ്റനൻസ് പ്ലാൻ എടുത്തേക്കണ കാരണം എനിക്കിപ്പോൾ അഡീഷണൽ ഒന്നും വരുന്നില്ല. അപ്പോൾ ആ ടോട്ടൽ എമൗണ്ട് നമുക്ക് എന്ത് വരുന്നു അത് തന്നെ നമുക്ക് ഡിസ്കൗണ്ടിലേക്ക് കയറും. അപ്പോൾ നമുക്ക് പേയബിൾ എമൗണ്ട് 0 ആയിരിക്കും. ഓക്കെ, നമുക്ക് ഇതേപോലെ തന്നെ നിസാൻ കണക്ട് എന്ന് പറഞ്ഞൊരു ആപ്പും ഉണ്ട്. നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്നേ ഉള്ളൂ. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അത് എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടോയെന്ന് അറിഞ്ഞൂടാ. നമ്മുടെ വെഹിക്കിൾ നമ്പറും ചേസിൻ നമ്പറൊക്കെ വെച്ചിട്ട് നമുക്ക് അതിനകത്ത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതിനകത്ത് കാണാൻ പറ്റുക, എന്തൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളതെന്നും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, നിസാൻ കണക്ട് എന്നാണ് ആപ്പിൻ്റെ പേര്. അപ്പം നമുക്ക് ആദ്യം നിസാൻ കണക്ട് ആപ്പിലേക്ക് പോകാം. അത് നമ്മൾ ആദ്യം ഡൗൺലോഡ് ചെയ്തിട്ട് അത് നമ്മുടെ വെഹിക്കിൾ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ക്രീനാണ് വരുന്നത്. ഇതിനകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട്. കുറച്ച് ഓപ്ഷൻസ് ഞാൻ പറഞ്ഞുതരാം. ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്. ഇതിനകത്ത് നമുക്ക് നമ്മുടെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് റിലേറ്റഡ് ടു കാർ ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ഡോക്യുമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാം. ഇതിനകത്ത് പിന്നെ ഫാസ്ടാഗ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. ഫാസ്ടാഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക്
നിങ്ങളുടെ വെഹിക്കിളിൻ്റെ ഫാസ്ടാഗിനകത്തേക്ക് ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ വെഹിക്കിളിൻ്റെ നമ്പർ ഉണ്ടാവും. സെലക്ട് പ്രൊവൈഡർ അടിക്കുക. അതേതാണ് നിങ്ങളുടെ ബാങ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബാങ്ക് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെയുള്ളൊരു ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാൽക്കുലേറ്റ് ടോൾ കോസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. ഇതിനകത്ത് നമ്മൾ ഫ്രം കൊച്ചി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൊച്ചി ടു പാലക്കാട് നിന്ന് അടിക്കുകയാണെങ്കിൽ നമുക്ക് 2 വേ അടിച്ചിട്ട് കാൽക്കുലേറ്റ് അടിക്കുകയാണെങ്കിൽ നമുക്ക് പോകുന്നതും റിട്ടേണും എത്ര നമുക്ക് ടോൾ എമൗണ്ട് ആവും എന്ന് പറയും. 295 ആണ്. 1 വേ ആണെങ്കിൽ നമുക്ക് 1 വേ ആണെങ്കിൽ 200 എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അത് വേറെ ഓപ്ഷനാണ്. പിന്നെ ഫാസ്ടാഗിൻ്റെ ട്രാൻസാക്ഷനാണ് അതിനകത്ത് ഓപ്ഷൻസ് വരുന്നത്. പിന്നെ നമുക്ക് റോഡ് സൈഡ് അസിസ്റ്റൻസ് കോൾ ചെയ്യാനുള്ളൊരു സെക്ഷനുണ്ട്. പിന്നെ നമുക്ക് എക്സ്പെൻസ് ലോഗ് ട്രാക്ക് ചെയ്യാനുള്ളൊരു സെക്ഷനുണ്ട്. എക്സ്പെൻസ് ലോഗ് നമ്മൾ അടിക്കുകയാണെങ്കിൽ ഇന്ന് നമുക്ക് ലാസ്റ്റ് 12 മന്ത്സിൻ്റെ എക്സ്പെൻസ് ലോഗാണ് വരുന്നത്. ഫ്യൂലും നമുക്ക് 12,000 വരെ ആഡ് ചെയ്യാനുള്ള ഒരു ലിമിറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. ഇതാണെങ്കിൽ ലാസ്റ്റ് 12 മന്ത്സ് വരെ ടോട്ടൽ നമ്മൾ 3941.20 ആണ് നമ്മുടെ എക്സ്പെൻസ് വന്നേക്കുന്നത്. ഈ 3941 എന്ന് പറഞ്ഞാൽ കാണിക്കുന്ന എമൗണ്ട് തന്നെ നമ്മുടെ ലാസ്റ്റ് സർവീസിൻ്റെ എമൗണ്ടാണ്. നിങ്ങൾക്ക് സർവീസിൻ്റെ ഡീറ്റെയിൽസൊക്കെ കംപ്ലീറ്റ് സ്ക്രോൾ ചെയ്യണമെങ്കിൽ താഴെ കിട്ടും. പിന്നെ അതിനകത്ത് വരുന്ന ക്വിക്ക് റെഫറൻസ് ഗൈഡുണ്ട്. അപ്പോൾ അതായത് നമുക്ക് വെഹിക്കിളിനൊപ്പം കിട്ടുന്നത് തന്നെയാണ്. ഏകദേശം ഒരു 20 പേജ് വരുന്ന നമുക്ക് ക്വിക്കായിട്ട് റെഫർ ചെയ്യാൻ പറ്റുന്ന ഗൈഡ്സ് ഉണ്ട്. മെയിൻ ഐറ്റംസ് മാത്രമേ ഇതിനകത്ത് കാണുന്നുള്ളൂ. ശരിക്കും യൂസർ മാനുവൽ അല്ല. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെയുള്ളൊരു ഓപ്ഷൻസ് തന്നെ ബുക്ക് സർവീസ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് സർവീസ് ബുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. പീരിയോഡിക് സർവീസ്, ജനറൽ റിപ്പയർ, ബോഡി റിപ്പയർ, സെക്കൻഡ് ഫ്രീ ഇൻസ്പെക്ഷൻ, ഇതൊക്കെ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ സർവീസ് ലോഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അത് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ നമുക്ക് എത്ര സർവീസ് ചെയ്തിട്ടുണ്ട് ടോട്ടൽ. ഇപ്പോൾ നമ്മൾ 4 സർവീസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ആക്സറി, ഫിറ്റ്മെൻറ്റ്, ഇൻസ്പെക്ഷൻ, ജനറൽ റിപ്പയർ എല്ലാം കൂടി അങ്ങനെയാണ് കാണിക്കുന്നത്. ഓക്കെ. എന്നിട്ടാണ് 3941 നമുക്ക് ടോട്ടൽ എമൗണ്ട് കാണിക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് ലൊക്കേറ്റഡ് ഡീലർ സർവീസ് കോസ്റ്റ് കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ആക്ച്വലി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് നമ്മുടെ മാഗ്നൈറ്റിന് സർവീസ് കോസ്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്നു. സാധാരണ സർവീസ് കോസ്റ്റ് കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ്. പക്ഷേ ഇതിനകത്ത് ജസ്റ്റ് നമുക്ക് സർവീസ് കോസ്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്നില്ല. അതിന് പകരം ഇതിനകത്ത് ഇപ്പോൾ ന്യൂ മാഗ്നൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. പെട്രോൾ ആപ്ലിക്കബിൾ ഫോർ ഓൾ, ഡ്യൂറേഷൻ ഇപ്പോൾ 10,000 or 12 months കൊടുക്കുകയാണെങ്കിൽ റെക്കമെൻഡ് മീ അടിക്കുകയാണെങ്കിൽ എന്തൊക്കെ പാർട്സാണ് നമുക്ക് ഇതിനകത്ത് ചേഞ്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മാത്രമേ കാണിക്കുന്നുള്ളൂ. അല്ലാതെ നമുക്ക് അതിന് എത്ര എമൗണ്ട് ആവുമെന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നൊരു ഓപ്ഷൻ ഇതിനകത്തില്ല. ഓക്കെ. പേര് കൊടുത്തേക്കുന്നത് സർവീസ് കോസ്റ്റ് കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ. പിന്നെ വരുന്ന നമുക്ക് ഫാസ്ടാഗ് റീചാർജ് വരുന്നുണ്ട്. പ്ലാൻ യുവർ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് അടിക്കുമ്പോഴത്തേക്കും നമുക്ക് നേരത്തെ തന്നെ ടോളിൻ്റെ സെക്ഷനാണ് വരുന്നത്. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഹോമിലേക്ക് അടിച്ചു. ഓക്കെ. ഇപ്പം നമ്മൾ ഹോമിലേക്ക് പോയി. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കുള്ള ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സെക്കൻഡ് ഓപ്ഷനാണ്. അതിനകത്ത് നമുക്ക് സർവീസ് ആൻഡ് മെയിൻ്റനൻസ് ഉണ്ട്. ഇതൊക്കെ മിക്കതും സെയിം തന്നെയാണ് ടാബ്സ് വരുന്നത്. അത് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഓക്കെ. മാൾ ഫങ്ഷൻ ഇൻഡിക്കേറ്റർ ലാമ്പ് ഉണ്ട്. അത് നമുക്ക് ക്യാമറ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഫ്യൂൽ എക്സ്പെൻസ് ലോഗ് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ്. മാനേജ് പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ. ഫൈൻഡ് മൈ കാർ എന്ന് പറഞ്ഞിട്ട് അടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഏതാണ് കറണ്ട് ലൊക്കേഷൻ അതിനകത്ത് മാത്രമേ ആവുള്ളൂ. ട്രിപ്പ് പ്ലാനർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ കണ്ടു ടോൾ കോസ്റ്റാണ് കാണിക്കുന്നത്. വെതർ ആൻഡ് എയർ ക്വാളിറ്റി, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് സ്ഥലത്ത് എയർ ക്വാളിറ്റി ഇൻഡെക്സ് കാണിക്കും. റോഡ് സൈഡ് അസിസ്റ്റൻസ്, വോയിസ് അസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അലക്സയായിട്ട് കണക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. ലിങ്ക് ആമസോൺ അലക്സ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അലക്സയായിട്ട് കണക്റ്റഡ് ആവും. ഓക്കെ. പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് മാഗ്നൈറ്റ് എടുക്കുകയാണെങ്കിൽ മൈ കാർ പ്രൊഫൈൽ അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ. മൈ കാർ പ്രൊഫൈലിൽ നമ്മുടെ കാറും എഞ്ചിൻ നമ്പറും അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ കിട്ടും. ആംബിയൻ ലൈറ്റിംഗ് നമുക്കില്ല. ആംബിയൻ ലൈറ്റ് ലാമ്പ്, ഡിജിറ്റൽ മാനുവൽ ഓപ്ഷൻസ് ഉണ്ട്. ക്യാമ്പെയിൻസ് ഉണ്ട്. ക്യാമ്പെയിൻസൊക്കെ എംറ്റി ആണ്. പിന്നെയുള്ളത് നമുക്ക് ഷോപ്പ് അറ്റ് ഹോം എന്ന് പറഞ്ഞ രീതിയിലാണ്. ഓക്കെ. ഓരോ പാക്കേജ് നമുക്ക് മേടിക്കണമെങ്കിൽ മേടിക്കാൻ പറ്റും. പിന്നുള്ളൊരു ഓപ്ഷൻ റൈറ്റ് സൈഡിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻസ് ആണ്. ഇപ്പോൾ ഇതുവരെ എന്തൊക്കെ നോട്ടിഫിക്കേഷൻസ് അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. ഇപ്പം നമുക്ക് ലേറ്റസ്റ്റ് ജൂലൈയിലെ നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ നമുക്ക് ആ വോളണ്ടറി റീകോളിൻ്റെ നോട്ടിഫിക്കേഷനും വരുന്നുണ്ട്. ഓക്കെ. അതാണ് ഇവിടെ ഇതിനകത്ത് കാണിക്കുന്നത്. നമ്മൾ ഓൾറെഡി അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട് ഡോർ സെൻസറിൻ്റെ ഡീറ്റെയിൽ ആണ്. ഓക്കെ. അതും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് യൂഷ്വലി ആപ്പിൽ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് അലക്സയായിട്ട് ഞാൻ ഓൾറെഡി ഇത് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അലക്സയായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ശരിക്കും കണക്റ്റഡ് കാർ ടെക് ഇല്ലാത്ത മോഡലാണ് നിസാൻ മാഗ്നൈറ്റ്. പക്ഷേ നമുക്ക് സർവീസ് ബുക്ക് ചെയ്യാനും അതേപോലെ തന്നെ നമുക്ക് സർവീസ് കോസ്റ്റ്, അതിൻ്റെ സർവീസ് ഹിസ്റ്ററിയൊക്കെ ജസ്റ്റ് മാത്രം നമുക്ക് അലക്സ ത്രൂ നമുക്ക് അറിയാൻ പറ്റും. അല്ലാതെ വേറെ ഫ്യൂവൽ സ്റ്റാറ്റസോ കറണ്ട് കാർ ലൊക്കേഷനോ അങ്ങനെ ഒന്നും അറിയാൻ പറ്റുന്നില്ല. കാരണം ഓൾറെഡി കണക്റ്റഡ് കാർ ടെക് ഇല്ലാത്ത മോഡലാണ് നിസാൻ മാഗ്നൈറ്റ്. ഓക്കെ. അലക്സയുടെ ഒരു ജസ്റ്റ് ബേസിക് കമാൻഡ് കൂടി നമുക്കൊന്ന് നോക്കാം. അലക്സ
Ask Nissan Connect India to check my fuel level. Requested vehicle doesn't have connected feature. Please try again with another vehicle. I can also assist you for booking service, service history and booking status. Service history. What do you want to search in service history? Periodic, general or body repair? General. Your last general service was done on the 31st of July by EVN Cars Nissan. Sales and service and odometer value during the service was 5,202 kilometers. I can also assist you for booking service and booking status. അപ്പോൾ ഇതാണ് നമ്മുടെ സർവീസിൻ്റെയും നിസാൻ കണക്ട് ആപ്പിൻ്റെയും വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കൊടുത്തോ, ഞാൻ എത്രയും പെട്ടെന്ന് റിപ്ലൈ ചെയ്യാം. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.